നമസ്കാരം. ഇപ്പൊ കത്തി നിൽക്കുന്ന ഒരു വിഷയം രതീഷിന്റെ ഗേ പരാമർശമാണ്. അതായത് അൻഷിബ ഈ പറയുന്ന ജയിൽ ടാസ്ക്, ജയിൽ നോമിനേഷനിൽ ആരുടെ പേര് പറഞ്ഞുകൊണ്ട്, ഈ രതീഷിന്റെ പേര് പറഞ്ഞുകൊണ്ട് കാരണമായി പറഞ്ഞ ഒരു കാരണമാണ്. അതായത് ഈ പറയുന്ന രതീഷ് ഈ സുരേഷ് അന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ എന്നെ സെക്ഷൽ ഹരാസ്മെന്റ് ചെയ്തു എന്ന് അവൻ അങ്ങനെ പറയണമെങ്കിൽ അവൻ ഒരു ഗേ ആയിരിക്കും എന്നുള്ള പരാമർശം അൻഷിബ ഈ പറയുന്ന ജയിൽ നോമിനേഷൻ സമയത്ത് എടുത്തിടുന്നു. അത് വലിയൊരു കോലാഹലമാകുന്നു. എല്ലാവരും ആ വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് രതീഷിന് എതിരെയാകുന്നു. ഈ പറയുന്ന LGBTQ എന്താ മോശമാണോ, അതേപോലെ ഈ ജോൺമണി പറയുന്നുണ്ട് അത് എനിക്ക് സംസാരിക്കണം, അത് എന്റെ കമ്മ്യൂണിറ്റി ആണെന്ന് പറയുന്നു. സിജോ പറയുന്നുണ്ട് LGBTQ എന്താണ് പ്രശ്നമാണോ, അതെന്താ പ്രശ്നമാണോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. ഇവിടെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്, ഈ പറയുന്ന ബിഗ് ബോസ് ഇടപെടുന്നു. ബിഗ് ബോസ് പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾ ഇനി കൂടുതൽ വലിച്ചഴിച്ച് അതിനെ വഷളാക്കേണ്ട, അതിന് തീരുമാനമെടുക്കാൻ എനിക്കറിയാം, നിങ്ങൾ കൂടുതൽ വഷളാക്കേണ്ടെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും സിജോയിനെയും അതിനുശേഷവും ഇവർ ബഹളമുണ്ടാക്കുന്നു. സിജോയിനെയും രതീഷിനെയും കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. നല്ല രീതിയിലുള്ള രണ്ടുപേരും കിടിലമായിട്ടുള്ള താക്കീത് കൊടുത്ത് പറഞ്ഞിരിക്കുന്നു. കാരണം ഈ ബിഗ് ബോസ് അതിൽ ഇടപെടാനുള്ള കാര്യം ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കേസാണ്. ഇനി ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് ചോദിച്ചിരുന്നത് എനിക്കൊരു പ്രത്യേകിച്ച് ഇതിൽ നിന്നൊരു വേറിട്ടൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം രതീഷ് സത്യം ശരി തന്നെയാണ്, ഒരുപാട് ചൊറിയാണ്, എല്ലാവരെയും കയറി ചൊറിയാണ്, അത് അങ്ങനത്തെ ഗെയിം സ്ട്രാറ്റജി നമ്മൾ അവിടെ വിമർശിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ ഇവിടെ എനിക്ക് പറയാനുള്ളതാണ്, അതായത് രതീഷ് ഈ പറയുന്ന സുരേഷിനെ പോയി കെട്ടിപ്പിടിച്ചു അല്ലെങ്കിൽ ഉമ്മ വെച്ചപ്പോൾ സുരേഷ് എന്താ പറഞ്ഞത്, രതീഷ് എന്നെ സെക്ഷലി ഹരാസ്മെന്റ് ചെയ്തു എന്ന് സുരേഷ് പറയണമെങ്കിൽ അതിനർത്ഥം എന്താണ്? അതിനർത്ഥം രതീഷ് ഒരു ഗേ ആണല്ലോ. വേറൊരു പിന്നീട് ഈ പറഞ്ഞതുപോലെ വേറൊരു പുരുഷനെ പോയി അങ്ങനെ ചെയ്യണമെങ്കിൽ അതിന് ഗേ ആയിരിക്കണം. അപ്പൊ ഗേ എന്നുള്ള പദം ഉപയോഗിച്ചില്ല എങ്കിൽ കൂടി അവിടെ ഇൻഡയറക്ട്ലി പറഞ്ഞത് എന്താണ്, രതീഷിന് ഒരു ഗേ ആണ് എന്നുള്ളതാണ്. ഇവിടെ ഞാൻ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ക്ലിയർ ആയിക്കട്ടെ. ഇവിടെ എല്ലാവരും ഈ പറഞ്ഞ സിജോ ഉൾപ്പെടെയുള്ള ആൾക്കാരെ പറയുന്നത് LGBTQ എന്ത് പ്രശ്നമാണ്. LGBTQനെ കുറ്റം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല അവിടെ. അപ്പൊ ഈ പറഞ്ഞ ജോൺമണി പറഞ്ഞു ഇതെന്റെ കമ്മ്യൂണിറ്റിയാണ്, അതുകൊണ്ട് എനിക്ക് സംസാരിക്കണം. അതിന് പുള്ളി ഗേ എന്ന് പറഞ്ഞാൽ വലിയ തെറ്റെന്ന് പുള്ളി പറഞ്ഞു. അവനൊരു ഗേ ആണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാതെ ഗേ എന്ന് പറഞ്ഞ ഒരു മോശമായിട്ടുള്ള കാര്യമാണെന്നോ അല്ലെ LGBTQ മോശമാണെന്നോ പുള്ളി അവിടെ പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന ബാക്കിയുള്ള വീട്ടുകാരെല്ലാരും കൂടി ഇതിനെ എന്തോ ഒരു വേറെ ഗേ എന്ന് പറഞ്ഞാൽ ഏതോ മറ്റേ ഈ പറഞ്ഞ പോലെ അന്യഗ്രഹ ജീവിയാണ് എന്നുള്ള രീതിയിൽ വീട്ടുകാരാണ് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി എന്താ പറഞ്ഞത്, പുള്ളി എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഒരാളെ പോയി ഉമ്മ വെച്ചപ്പോൾ അയാൾ എന്നെ സെക്ഷൽ ഹരാസ്മെന്റ് ചെയ്തു എന്ന് പുള്ളിക്ക് തോന്നണമെങ്കിൽ പുള്ളിക്ക് ആ ചിന്ത ഉണ്ടായിരിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. പുള്ളിക്ക് ഞാൻ ഉമ്മ വെച്ചപ്പോൾ പുള്ളിക്ക് അത് സെക്ഷൽ ഹരാസ്മെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പുള്ളി ഒരു ഗേ ആയിരിക്കാം എന്നാണ് പുള്ളി പറഞ്ഞത്. വളരെ ന്യായമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഞാനായാലും അങ്ങനെ ചിന്തിക്കും, ഞാൻ ഓൾറെഡി ചിന്തിച്ചതാണ് ഇവിടെ, മനസ്സിലായോ? പുള്ളിക്ക് അങ്ങനെ തോന്നി, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ചിന്തയുണ്ട്. പുള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒരു പുരുഷൻ വന്ന് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ എനിക്കൊന്നും തോന്നുന്നില്ല. ഇപ്പൊ പുള്ളി അത് അവൻ ചെയ്തല്ലേ ഉമ്മ വെച്ചത് ഒരു സെക്ഷൽ ഹരാസ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നണമെങ്കിൽ എനിക്ക് ഫീൽ ഉണ്ടായി, മനസ്സിലായോ? ഇപ്പൊ ഒരു ഗേ അല്ലാതെ വേറെ ഒരുത്തൻ ഈ സെക്ഷൽ ഹരാസ്മെന്റിന്റെ രീതിയിൽ ചെയ്തില്ലല്ലോ. നമ്മുടെ എവിടെയെങ്കിലും പ്രൈവറ്റ് പാർലോ എങ്കിലും പിടിക്കണമെങ്കിൽ അവനൊരു ഗേ ആയിരിക്കും, അല്ലാത്തവൻ പിടിക്കത്തില്ല. നോർമായിട്ടുള്ള മനുഷ്യൻ പിടിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഗേ എന്ന് പറയുന്നത് ഒരു പിന്നീട് അന്യഗ്രഹ ജീവി എന്നതല്ല, അതും ഈ നമ്മുടെ മനുഷ്യരെ പോലെ അല്ലെങ്കിൽ പെണ്ണ് ആണ് എന്നതുപോലെ മറ്റൊരു വിഭാഗമാണ് എന്താണ് ഈ പറയുന്ന ഗേ. അപ്പോൾ സുരേഷിനെ അല്ലെങ്കിൽ സുരേഷിന് ആ ഒരു അപവാദം ഗേ എന്നുള്ള വാക്ക് പറഞ്ഞില്ലെങ്കിൽ കൂടി അങ്ങനെ ഒരു അലിഗേഷൻ കൊണ്ടുവല്ല അങ്ങേർക്ക് നേർക്ക് നീ ഒരു ഗേ ആണെന്ന് ഇൻഡയറക്റ്റ് പറയുകയാണ്. അപ്പൊ എന്തുകൊണ്ട് സുരേഷിന് തിരിച്ചു പറഞ്ഞൂടാ? സുരേഷൻ തിരിച്ചു പറയല്ലേ, പുള്ളിക്ക് അങ്ങനെ ഒരു ചിന്ത തോന്നിയിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ മനസ്സ് അങ്ങനെ, പുള്ളി പറഞ്ഞെങ്ങനെയാണ്, പുള്ളി ആണാണെങ്കിൽ പുള്ളിയുടെ മനസ്സ് പെണ്ണാണെന്നുള്ളത്, മനസ്സിലായോ? അങ്ങനെ പെണ്ണുങ്ങളുടെ ചിന്തയാണ് പുള്ളിക്കുള്ളത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ എനിക്ക് പിന്നീട് ഈ പറഞ്ഞതുപോലെ ഈ വീട്ടുകാർ കിടന്ന് ഉണ്ടാക്കുന്ന കോലാഹലം പോലെ അത്രയ്ക്ക് വലിയൊരു മാരകമായ തെറ്റാണ് ഈ കാര്യത്തിൽ രതീഷ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കാര്യത്തിൽ ന്യായം രതീഷിന്റെ ഭാഗത്ത്, വീട്ടുകാർ മൊത്തം രതീഷിന്റെ പിന്നെ എന്താണ് പുറകെയാണ്, രതീഷിനെ ബ്ലെയിം ചെയ്യുകയാണ്. രതീഷിന്റെ കേസ് ഒന്നും ഇവരാരും ബ്ലെയിം ചെയ്തിട്ടില്ല, മനസ്സിലായോ? ചെയ്യാത്ത മറ്റൊന്നുമല്ല, രതീഷിനെ മുൻകാല പ്രശ്നങ്ങളും കാര്യം എല്ലായിടത്തും പോയി ഇവരുടെ എല്ലാവരും ചൊറിഞ്ഞ് വെറുപ്പിച്ച് സമ്പാദിച്ച് കൂട്ടിയിരിക്കുന്നതുകൊണ്ട് എല്ലാവരും കൂടി എന്ത് ചെയ്തു, രതീഷിനെ കുറ്റപ്പെടുന്നു. രതീഷിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ അതേ രീതിയിൽ തന്നെയാണ് പുള്ളി ആക്ഷേപിക്കാൻ ശ്രമിച്ചത്. പുള്ളി തിരിച്ചടിച്ചു, ഇത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.